അടുത്ത ആൾക്കാർ ബിഗ് ബോസ് കാലെടുത്ത് കുത്തിയിട്ടുണ്ട്. നമ്മുടെ ബിൻസിയും അതേപോലെ ഷൈത്യയും രഞ്ജിത്തുമാണ് വന്നിരിക്കുന്നത്. ഷൈത്യ വന്നിട്ട് യാതൊരു റിയാക്ഷനും ഇല്ല, അതായത് അനുവിനെ മൈൻഡ് പോലും ചെയ്യാതെ നേരെ പോയി ആദിലേനെ നൂറേനെ കെട്ടിപ്പിടിച്ചാണ്. അനുമോളും തീരെ അങ്ങോട്ട് മൈൻഡ് ആക്കുന്നില്ല. അനുമോൾ ഒഴിഞ്ഞ് നിൽക്കുകയാണ്. അനുമോൾക്ക് ഇഷ്ടപ്പെടുന്ന ആരും ഇല്ല സത്യം പറഞ്ഞാൽ. അനുമോൾ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ആദ്യം വന്ന ആൾക്കാരെ പിന്നെയും അനുമോൾ കൺസിഡർ ചെയ്തു. പക്ഷേ ശൈത്യയോടൊക്കെ ഉള്ള ആ ഒരു ദേഷ്യം, ആ ഒരു ഇറിറ്റേഷൻ അനുമോളുടെ മനസ്സിലുണ്ട്. ശൈത്യക്കൊക്കെ തിരിച്ച് നല്ല രീതിക്കുണ്ട്. അപ്പം ആ ഒരു ഇത് ഭയങ്കര വിസിബിളായിട്ട് കിടന്ന് കാണിക്കുന്നുണ്ട്. രഞ്ജിത്ത് വന്നിട്ട് നേരെ ചൊറിയാൻ ചെല്ലുന്നത് അനീഷേട്ടനെയാണ്. ഹലോ BigBossMarry.com എന്ന് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞില്ലേ, ഇവിടെ നാളെ വരുമ്പോൾ നല്ല ചൊറിച്ചിൽ കാണും. നേരെ ചെന്നിട്ട് അനീഷേട്ടനെ കുത്തിപ്പൊക്കി എന്ത് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഇഷ്ടം പറഞ്ഞതെന്ന്. അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു, എനിക്ക് ഒരു സ്ട്രാറ്റജിയുമില്ല, എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ആ കാര്യം പറഞ്ഞു. അപ്പോൾ രഞ്ജിത്ത് ചോദിക്കണം, അനുമോള് കബളിപ്പിച്ചതാണോ? ഇയാൾക്ക് വേറെ പണിയില്ലേ? ബിഗ് ബോസ് നിന്ന സമയത്ത് മര്യാദയ്ക്ക് കളിച്ചില്ല, അത് കഴിഞ്ഞിട്ട് കയറി വന്ന് മാസ് കാണിക്കാൻ നോക്കുന്ന വേറൊരു പണിയില്ലേ രഞ്ജിത്തിന്? അപ്പം അനീഷേട്ടൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ. അപ്പം എനിക്ക് തോന്നിയ ഇഷ്ടം അനുമോളുടെ അടുത്ത് പറഞ്ഞു, അതവിടെ കഴിഞ്ഞു. ഇനി മൂന്നാമതൊരാൾ വന്നിട്ട് അത് കുത്തിപ്പൊക്കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് അനീഷേട്ടൻ നല്ല മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പം രഞ്ജിത്തിന് ആവശ്യത്തിനുള്ളത് കിട്ടി. ഇവിടെ നിന്നിട്ട് എന്തൊക്കെ ഷോ ഓഫ് എടുത്തിട്ട് അന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം ഇറങ്ങിപ്പോയ ആളാണ്. എന്നിട്ടാണ് ഇത്രയും നാൾ നിന്ന് അനീഷേട്ടൻ്റെ പുറത്തേക്ക് കുതിര കയറാൻ വരുന്നത്.